അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ മീഖാത്തുകളെ കുറിച്ചിട്ടും അതേപോലെ ഇഹ്റാമിനെ കുറിച്ചിട്ടുള്ള ചെറിയ വിവരണങ്ങളാണ്. എത്ര മീഖാത്തുകളുണ്ട്, ഏതെല്ലാമാണ്, ഇഹ്റാം എന്ന എന്താണ്, എങ്ങനെയാണ് ഇഹ്റാം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇഹ്റാമിൻ്റെ ഡ്രസ്സുകളായിട്ട് പുരുഷന്മാർക്ക് രണ്ടുമുണ്ട്. അതായത് ഒന്ന് ഉടുക്കാൻ വേണ്ടിയിട്ടും മറ്റൊന്ന് പുതക്കാൻ വേണ്ടിയിട്ടും. സ്ത്രീകൾക്ക് അവരുടെ ശരീരം മുഴുവൻ മറക്കുക, മുഖവും മുൻകൈയും ഒഴിച്ച് മറ്റുള്ള എല്ലാ അവയവവും മറയുന്ന ഡ്രസ്സുമാണ്. ഹജ്ജോ ഉംറയോ ചെയ്യാനായി കരുതി വരുന്നവർക്ക് നിയ്യത്ത് ചെയ്യുന്നതിന് നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾക്ക് മീഖാത്തുകൾ എന്നും നിയ്യത്തിന് ഇഹ്റാം എന്നുമാണ് പറയുന്നത്. 5 മീഖാത്തുകളാണുള്ളത്. 5 സ്ഥലങ്ങളിൽ നമുക്ക് ഇഹ്റാം ചെയ്യാൻ പറ്റുന്ന 5 സ്ഥലങ്ങളാണ് മീഖാത്തായിട്ടുള്ളത്. ദുൽഹുലൈഫ, ജുഹഫ, ഖർനുൽ മനാസിൽ, ദാത്തുൽ ഇർഖ്, യലംലം. ഈ 5 സ്ഥലങ്ങളാണ് മീഖാത്തിൻ്റെ സ്ഥലങ്ങൾ. ഇഹ്റാമിൻ്റെ നിയ്യത്ത്: നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ബി ഉംറത്തൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തൽബിയത്ത് സുന്നത്താണ്. ഉംറക്ക് ഇഹ്റാം ചെയ്താൽ തവാഫ് ആരംഭിക്കുന്നത് വരെയാണ് തൽബിയത്തിൻ്റെ സമയം. തൽബിയത്ത്: ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിൻ്റെയും പേരിൽ നമ്മൾ സ്വലാത്തും സലാമും ചൊല്ലണം. അള്ളാഹുവിൻ്റെ പ്രീതിയും സ്വർഗവും ചോദിക്കുകയും നരകശിക്ഷയിൽ നിന്ന് അഭയം തേടുകയും സ്വശരീരത്തിനും ഇഷ്ടജനങ്ങൾക്കും വേണ്ടി ദുആയിരിക്കുകയും വേണം. അതായത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. വസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു തആല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സഖ്തിക വന്നാർ. ഇനി ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ നിഷിദ്ധമായ ചില കാര്യങ്ങളാണ്. പുരുഷന്മാർ തലമറക്കലും ചുറ്റി തുന്നപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ധരിച്ച വസ്ത്രം തന്നെ നമ്മൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കെട്ടിയിടുക, കുടുക്കിടുക, മുട്ടുസൂചിയോ പിന്നോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ തുന്നി വെക്കുക, ഇതൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ്. അതിൻ്റെ മേലെ നമുക്ക് ചരടോ അല്ലെങ്കിൽ അരപ്പട്ട, അതായത് ബെൽറ്റോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇഹ്റാം ചെയ്ത സ്ത്രീ പുരുഷന്മാർ സുഗന്ധദ്രവ്യം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. തലമുടിയിലും താടിയിലൊന്നും സുഗന്ധമുള്ളതും ഇല്ലാത്തതുമായ ഒരെണ്ണയും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. തലയിലോ ശരീരഭാഗങ്ങളിലോ ഉള്ള മുടിയോ നഖമോ അവയുടെ അല്പഭാഗമോ ഏതെങ്കിലും മാർഗത്തിൽ അറിഞ്ഞോ അറിയാതെയോ നീക്കം ചെയ്യാനും പാടില്ലാത്ത, അതും ഹറാമാണ്. ഇഹ്റാമിൻ്റെ സന്ദർഭങ്ങളിൽ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ വിവാഹിതരാവുകയോ പാടില്ലാത്ത കാര്യമാണ്. ഗുഹ്യസ്ഥാനങ്ങളിൽ വീഴ്ച നടത്തുന്നത് ഇഹ്റാം ചെയ്തവർക്ക് ഹറാമാണ്. ആഗ്രഹത്തോടു കൂടി സ്ത്രീകളെ ചുംബിക്കലും അണച്ചുകൂട്ടലും ഹറാമാണ്. അതേപോലെ തന്നെ കരയിലുള്ള ഭക്ഷ്യയോഗ്യമായ വേട്ടജീവികളെ നശിപ്പിക്കലും അതിനു സഹായകമായി വർത്തിക്കലും ഇഹ്റാമിൽ നിഷിദ്ധമാണ്. നമുക്കെല്ലാവർക്കും നല്ല നിലയിൽ മക്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു തആല നൽകട്ടെ. ആമീൻ.